ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ എസ് ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 ഫെബ്രുവരി മാസഫലമാണ്. അപ്പം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വീഡിയോയുടെ അവസാനം ഒരു വീഡിയോയുടെ ഒരു രാശിയുടെയെങ്കിലും അവസാന ഭാഗം കൂടി ഒന്ന് കേൾക്കുക കേട്ടോ. ആ കൺക്ലൂഷൻ പാർട്ടും കൂടി കാണുക. സോ കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആവും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൂടെ അമർത്തിക്കോളൂ കേട്ടോ. നമ്മൾ എൻ്റെ വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അധികം താമസിക്കുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അടുത്ത മകരരാശിയാണ് അല്ലേ. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം വരെ അടങ്ങുന്ന രണ്ടാം നക്ഷത്രമാണ് മകരരാശി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മകരരാശിയെ സംബന്ധിച്ചോളം ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 ശുക്രന് ഉച്ചത്തിൽ നിൽക്കുന്ന സമയമാണ്. ശനി 2, അതുപോലെ തന്നെ സൂര്യനും ബുധനും കൂടി 1, 5 വ്യാഴം, 6 കുജൻ നിൽക്കുന്ന സമയമാണ്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായ സമയമൊക്കെയാണ്. പ്രശ്നങ്ങളൊക്കെ നമുക്ക് അവസാനിച്ച് തുടങ്ങുന്ന സമയമാണ്, അവസാനിക്കുന്ന സമയമാണ്. അതിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല ഗുണാനുഭവങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് നമുക്ക് വരും. നമുക്ക് ഭാഗ്യത്തെ തരുന്ന എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്ന ടൈമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന ടൈമായിരിക്കും. സോ ഐഡിയാസൊക്കെ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സോ ഓരോ ആശയങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ഐഡിയാസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ നോക്കി കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുധനും സൂര്യനും കൂടി ഒന്നിച്ച് നിൽക്കുന്ന സമയമാണ്. എത്രയൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നാലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് മാർക്കുകളൊക്കെ കിട്ടും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവാം, പക്ഷെ നമ്മുടെ മുമ്പിൽ തടസ്സങ്ങൾ കുറേ ചലഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടാകുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചിലർക്ക് പഠനം മുടങ്ങിപ്പോയിട്ടുണ്ട്, ചിലർക്ക് എത്ര പഠിച്ചാലും ഓർമ്മ നിൽക്കാത്തവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ അവസാനിച്ച് നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രഹങ്ങളും നമുക്ക് ഇന്ന് സപ്പോർട്ട് ചെയ്യുന്ന ടൈമായിരിക്കും. സോ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ലൊരു മാർക്ക് വാങ്ങാനൊക്കെ പരിശ്രമിച്ച് കഴിഞ്ഞാൽ സാധിക്കുന്ന ടൈമാണ് ഈ ടൈം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. ബിസിനസ് അനുകൂലമായി നിൽക്കുന്ന ടൈമാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സമാധാനമൊക്കെ അടുത്ത് വരുന്ന ടൈമായിരിക്കും ഈ ഫെബ്രുവരി മന്ത് എന്ന് പറയുന്നത്. പൊതുവെ ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് ദുഃഖങ്ങളൊക്കെ കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ യാത്രകളൊക്കെ ചെയ്യാൻ യോഗം വരുന്ന സമയമാണ്. അതുപോലെ തന്നെ ഈ യാത്രകൾ കാരണം തന്നെ നമുക്ക് കുറേ ഭാഗ്യങ്ങൾ കിട്ടുവാനൊക്കെ അനുകൂലമായ സമയമാണ് കേട്ടോ. ആരോഗ്യ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമാണ്, വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. ചില പ്രശ്നങ്ങൾ വന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒന്ന് വൈദ്യനെ കാണിച്ച് അതിനുള്ള മരുന്ന് മേടിച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറിപ്പോക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മകരരാശിയെ സംബന്ധിച്ച് മനസ്സിന് സന്തോഷം വരുന്ന വെച്ചാൽ വലിയ പ്രശ്നത്തിൽ നിന്നും അവർക്ക് ചെറിയ റിലീഫ് കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം കിട്ടും അല്ലേ. എന്നുവെച്ചാൽ നമ്മൾ ഭയങ്കര ടൈറ്റ് ചെയ്ത് കെട്ടി വെച്ചേക്കുവാണ്, അതിൽ നിന്ന് പയ്യെ ലൂസായാൽ തന്നെ നമുക്ക് ഒരു ആശ്വാസമാണ് അല്ലേ. ഈ ആശ്വാസം നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങുന്ന സമയമാണ്. സോ നിങ്ങൾക്കൊരു ചെറിയ രീതിയിൽ സന്തോഷങ്ങളൊക്കെ വന്ന് തുടങ്ങുന്ന സമയമാണ്. നമുക്ക് എടുക്കുന്ന പരിശ്രമമൊന്നും വെറുതെ ആവില്ല, അല്ലെങ്കിൽ എടുത്ത പരിശ്രമമൊന്നും വെറുതെ ആയില്ല എന്നൊരു സന്തോഷം നമുക്ക് മനസ്സിൽ വരുന്ന സമയമാണ്. അതുപോലെ തന്നെ പ്രണയത്തിൽ നടക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു പ്രണയ അഭ്യർത്ഥനയൊക്കെ നടത്തി മുന്നോട്ടൊക്കെ പോകുന്നവർക്ക് പ്രണയ വിജയങ്ങളൊക്കെ പറയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പ്രണയം വിവാഹത്തിലേക്കൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നവർക്ക് അതൊക്കെ പറ്റുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മകരാശിയെ സംബന്ധിച്ച് നമ്മളെ വിട്ട് പിരിഞ്ഞു പോയവരൊക്കെ ഉണ്ടല്ലോ, ഒരു സുപ്രഭാതത്തിൽ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയവരെ അവർ വീണ്ടും നമ്മളോടൊന്ന് സംസാരിക്കാൻ, അതാരും ആവാം. ഇപ്പം പ്രണയ റിലേറ്റഡ് മാത്രമാവണില്ല, നമ്മുടെ ജീവിതത്തിലെ സുഹൃത്തുക്കളാവാം, ബന്ധുക്കളാവാം, ആരും ആവാം. ഓക്കെ, ഒരു സാഹചര്യത്തിൽ എന്തൊരു സുപ്രഭാതത്തിൽ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി, പക്ഷേ വീണ്ടും അവർ നമ്മളെ അടുക്കുവാനും വീണ്ടും സ്നേഹബന്ധത്തിലേക്ക് ഒത്തുവരാനും വീണ്ടും ഐക്യത്തിൽ മുന്നോട്ട് പോകാനൊക്കെ മകരരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു മാസത്തിൽ സാധിക്കും. സോ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട്, ഞാൻ പറഞ്ഞല്ലോ, കെട്ടി വെച്ചേക്കണ വള്ളി ഒന്ന് പയ്യെ ലൂസ് ആകുമ്പോൾ നമുക്ക് സന്തോഷമാണ്, അല്ലെങ്കിൽ സമാധാനം കിട്ടും. സോ ആ ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ ഹാപ്പി ആയിട്ട് നിൽക്കുക. ഇനി ചെറിയ പ്രശ്നങ്ങൾ വന്നാലും ഇനി ചെറിയ പ്രശ്നം വന്നാലും മകരരാശിക്ക് ഒന്നുമല്ല, കാരണം എത്രയോ അനുഭവിച്ചു. ഇനി ചെറിയ പ്രശ്നങ്ങൾ വന്നാലും വലിയ പ്രശ്നങ്ങളൊന്നായിട്ടൊന്നും മകരരാശിക്ക് തോന്നില്ല, കാരണം അത്രമാത്രം അനുഭവിച്ചു. സത്യം പറഞ്ഞാൽ ഇനി അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല അവരുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ, ജീവനുണ്ടോയെന്ന് ചോദിച്ചാൽ ജീവനുണ്ടെന്ന് പറയുന്ന രീതിയിലായിരിക്കും മകരരാശിക്കാരുടെ ഒരു നിപ്പം എന്ന് പറയുന്നത്. സോ അതിൽ നിന്നൊക്കെ സമാധാനമായിട്ട് നിങ്ങൾക്ക് പറ്റും, ഒന്ന് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പ്രശ്നങ്ങളൊക്കെ ഒന്ന് പയ്യെ കുറഞ്ഞ് ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകാം കേട്ടോ. ഇത്രയൊക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പേരും നക്ഷത്രവും താരെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും. സോ പേര് നക്ഷത്രം താരെ കമൻറ്റ് ചെയ്യട്ടെ വ്യക്തമായിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വീഡിയോ പൂർണ്ണമായിട്ട് കാണണം. ഞാൻ ഇതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് പറയാറുണ്ട്. കാരണം കോമൺ ആയിട്ടൊരു പരിഹാരം ചെയ്യുന്നതിനേക്കാൾ ഉചിതം നമുക്ക് ചേരുന്ന, നമുക്ക് അനുകൂലമായിട്ടുള്ള
എന്താണ് പരിഹാരങ്ങൾ ചെയ്ത് പ്രശ്നങ്ങളുള്ളവർ ആ പരിഹാരം ചെയ്ത് പോകുന്നതാണ് മുന്നോട്ട് പോകണം. എന്താണ് കണ്ണും പൂട്ടി എല്ലാ വഴിപാടും ചെയ്യുന്നതിന് കഴിഞ്ഞാൽ നല്ലത്. എന്താണ് നമുക്ക് ഏതാണോ ഉത്തമമായിട്ട് ചേരുന്നത് ആ ഒരു വഴിപാട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ജീവിത വിജയത്തിനും ജീവിത പുരോഗതിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അത് എന്താണ് പൊതുവായിട്ടൊരെണ്ണം പറയാത്തത്. അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പോൾ അടുത്ത ചിന്തിക്കുകയാണ് ലഗ്നമാണോ ചന്ദ്രനാണോ നോക്കേണ്ടതെന്ന് ചിന്തിക്കാറുണ്ട്. നമ്മൾ ചന്ദ്രാലും ലഗ്നാലും ശ്രദ്ധിക്കുന്ന ഉത്തമമാണ്. കാരണം ചന്ദ്രൻ എന്ന് പറയുന്ന മനസ്സിൻ്റെ അവസ്ഥയൊക്കെയാണ്. സോ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ്. സോ രണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് ഐഡിയാസ് കിട്ടും. പിന്നെ നമ്മളൊരു നല്ലൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, ഒരു ശുഭകാര്യം ചെയ്യാൻ പോവുകയാണ്, കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി ചെയ്യാൻ പോകുന്ന കാര്യമാണ്. സോ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ മന്ത്ലി പെഡിഷൻ കോമൺ പെഡിഷൻ കേൾക്കാതെ വ്യക്തിപരമായിട്ടുള്ള പെഡിഷൻ കേൾക്കുക കേട്ടോ. എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് നമ്മളൊരു അപ്പോയിൻമെൻറ്റ് എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു പെഡിഷൻ കേൾക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമായിട്ട് നമ്മുടെ ലൈഫ് കുറച്ചുകൂടി സെറ്റ് ആവാൻ സൂപ്പർ. അതുപോലെ തന്നെ നമുക്ക് അനുകൂല ഫലങ്ങളാണ് അല്ലെങ്കിൽ ദോഷഫലങ്ങളാണ് നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൽ ഇപ്പോൾ നല്ല സമയമാണ്, ഗോചാരം ഇപ്പോൾ മോശ സമയമെങ്കിൽ പോലും നമുക്ക് വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യില്ല. പക്ഷേ ജാതകത്തിൽ നമുക്ക് മോശ സമയമാണ്, പക്ഷേ നമുക്ക് ഗോചര ഉത്തമ സമയമാണെന്ന് പറഞ്ഞ് ഓർത്ത് ആ ഗോചര ഫലം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിച്ചെന്ന് വരില്ല കേട്ടോ. അതും മനസ്സിലാക്കുക. അപ്പം എന്തൊരു കാര്യം വരുമ്പോഴും എന്താണ് ചിരിച്ചുകൊണ്ട് ഈശ്വര വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോയി ചെയ്യുക. എന്താണ് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാവും, പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടാവും. അതിനെയൊക്കെ എന്ത് ചെയ്യുക, നേരിടുക. കാരണം ഈശ്വരൻ ഒരു പരീക്ഷണം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് തക്കമായ പ്രാപ്തി നിങ്ങൾക്ക് എത്തി എന്ന് തോന്നുമ്പോഴാണ് ഈശ്വരൻ എന്ത് ചെയ്യണേ, നമുക്കൊരു പരീക്ഷണം നടത്തുക കേട്ടോ. സോ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും, നമ്മൾ പുതിയൊരു കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട്, പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആ ഒരു കൂട്ടായ്മ ഉള്ളത്. അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. സോ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സസ് വെബിനാർസ് ഒക്കെ നടത്തുമ്പം അതിൽ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയിക്കും. സോ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാനുള്ള രജിസ്ട്രേഷനൊക്കെ സ്പീഡിൽ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആ ഗ്രൂപ്പിൽ ഇടുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് വരുമ്പം നമുക്ക് എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. നമ്മൾ അതുപോലെ തന്നെ എന്താണ് ഇവിടെ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ ലിങ്കും നമ്മൾ ആ ഗ്രൂപ്പിലൊന്നും ഷെയർ ചെയ്യാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലിങ്ക് എന്താണ് പേഴ്സണലി എത്തേണ്ട, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തണം എന്ന് പ്രകൃതി തീരുമാനിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് ആ ഒരു വീഡിയോ എത്തുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ആ ഒരു സംഭവം ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് എന്താണ് പ്രകൃതി തീരുമാനിക്കാത്തവരിലേക്ക് ഒരു വീഡിയോ എത്തണം എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ലല്ലോ. സോ അതുകൊണ്ടാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം പവേഴ്സ് ക്ലബ്ബ് നമ്മുടെ ലൈഫിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ 25,000 സബ്സ്ക്രൈബ് എത്തിയപ്പോൾ നമ്മൾ പ്ലാൻ ഇട്ടാണ് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ. സോ അതിലേക്ക് ഫ്രീ ആയിട്ട് നമ്മൾ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ടായിരുന്നു. മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് ട്രാൻസ്ഫോമിങ് ക്ലാസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. 3 സെഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അതോടെ നമ്മൾ ആ മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സോ അതിന് നമ്മളൊരു വലിയ എമൗണ്ടോ അല്ലെങ്കിൽ ഫീസോ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ആ കോഴ്സ് ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ തോന്നിച്ചു അത് എല്ലാവരിലും എത്തണം. ആദ്യമേ നമുക്ക് കോഴ്സ് ഇട്ടപ്പോൾ ഒരു എമൗണ്ട് ഇട്ടിട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ പിന്നീട് നമുക്ക് ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏറ്റു വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഇത് വേണ്ട, എല്ലാവർക്കും എത്തണം. ഈ ഒരു അറിവ് പൈസ ഇല്ലാത്തതുകൊണ്ട് ആരിലേക്ക് എത്താതിരിക്കാൻ പാടില്ല എന്ന് ഓർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ആ ഒരു ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ആ ക്ലാസ്സിൽ പങ്കെടുത്ത് എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ആ ഒരു ക്ലാസ് വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ പ്ലാൻ ചെയ്തില്ല ഇനി മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബട്ട് ഇങ്ങനെ ഒരു പ്രകൃതി നിശ്ചയം പോലെ ഇനി അല്ലെങ്കിൽ കുറേ ആളുകൾ ചോദിക്കുകയാണ് മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര ഒന്നുകൂടി വേണമെന്ന് പറയുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ടൈം അനുസരിച്ച് നമ്മളത് നടത്തുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഓൾറെഡി മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്നൊരു വെബിനാർ ഇനി പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഒത്തിരി വീഡിയോ നീട്ടുന്നില്ല. ഈ വീഡിയോ കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മാസഫലം കേട്ട് ദോഷമാണ് നല്ലതാണ് ഓർത്ത് ഒത്തിരി സന്തോഷിക്കുക ഒത്തിരി ദുഃഖിക്കുക ഒന്നും വേണ്ട കേട്ടോ. ഓക്കെ, നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.